പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന MDC ആണ് ഡിജിറ്റൽ എക്കോണമി. അതിൻ്റെ പരീക്ഷ നാളെ 2026 പരീക്ഷ നാളെ ജൂൺ 11 നടക്കാൻ പോവുകയാണ്. ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ് ആണ് നമ്മൾ പറയുന്നത്. കുറേ ഹെഡിങ്ങൾ അതിലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഹെഡിങ്. 10 ഹെഡിങ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പറയുന്നത്. ഒന്നാമത്തെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന ടോപ്പിക് റൈസ് ഓഫ് ദ ഡിജിറ്റൽ എക്കോണമി ആൻഡ് ഈസ് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ഗ്രോത്ത്, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ്. ഡിജിറ്റൽ എക്കോണമീൻ്റെ റൈസും അതിൻ്റെ ഇമ്പാക്റ്റും ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 പ്ലാറ്റ്ഫോം ആൻഡ് മാർക്കറ്റ് പ്ലേസസ്, 2 സൈഡഡ് മാർക്കറ്റ്, നെറ്റ്വർക്ക് എഫക്റ്റ്, പ്ലാറ്റ്ഫോം പവർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇ-കൊമേഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ്, അതിൻ്റെ ചലഞ്ചസും. നാലാമത്തെ ക്വസ്റ്റ്യൻ ഷെയറിംഗ് എക്കോണമി, പ്ലാറ്റ്ഫോം കോമ്പറ്റീഷൻ, റെഗുലേറ്ററി ഇഷ്യൂസ്, മൊഡ്യൂൾ 2 എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫിൻടെക്, ഡിജിറ്റൽ പേയ്മെന്റ്, ക്രിപ്റ്റോ കറൻസി ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ആറാമത്തെ ക്വസ്റ്റ്യൻ ബിഗ് ഡാറ്റ ആൻഡ് ഡാറ്റ അനാലിസിസ് ഇൻ ദ ഡിജിറ്റൽ എക്കോണമി, മൂന്നാമത്തെ മൊഡ്യൂൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ ആൻഡ് മെറ്റാവേഴ്സ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ആൻഡ് യൂസേജ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് ഇനീക്വാളിറ്റി. പത്താമത്തെ ക്വസ്റ്റ്യൻ ഫ്യൂച്ചർ വർക്ക് ഇൻ ദ ഡിജിറ്റൽ എക്കോണമി, ഓട്ടോമേഷൻ, ജോബ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ന്യൂ സ്കിൽ. ഈ രീതിയിലാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന 10 ക്വസ്റ്റ്യന് പറയുന്നത്. ഇതിനപ്പുറത്തേക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, 10 എണ്ണമാക്കി ചുരുക്കിയതാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.